അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇറാനിലെ സംഘർഷങ്ങൾക്കും യുദ്ധത്തിനും അറുതി വരുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും മറ്റേ ലോക നേതാക്കളോടും അഭ്യർത്ഥനയുമായി ലിയോ 14 പാപ്പ. വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് കാസ്റ്റൽ ഗാൻഡോൾഫോയിലെ തന്റെ വസതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ സമാധാന സന്ദേശം നൽകിയത്. ഈസ്റ്റർ കാലം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സമയമാണെന്നും എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം മൂലം നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചു വീഴുന്നത് അങ്ങേയറ്റം വേദനാജനകമാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്റെ ആത്മീയ പരിവർത്തനത്തെയും കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള മടങ്ങിവരവിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുതിയ പുസ്തകം പുറത്തിറക്കുന്നു. കമ്മ്യൂണിയൻ ഫൈൻഡിംഗ് മൈ വേ ബാക്ക് ടു ഫെയ്ത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകം ജൂൺ 16 പുറത്തിറങ്ങും. കുട്ടിക്കാലത്തെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് മാറുകയും പിന്നീട് 2019 കത്തോലിക്ക സഭയിൽ ചേരുകയും ചെയ്ത തന്റെ ജീവിതയാത്രയാണ് 304 പേജുകളുള്ള ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഹാർപ്പർ കോളിൻസ് പബ്ലിഷേഴ്സ് പുറത്തിറക്കുന്ന ഈ കൃതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ലോകം അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിന് വഴികാട്ടിയും ആശ്വാസവുമായി മാറുന്ന വിശ്വാസത്തിന്റെ പ്രസക്തിയെ ഉയർത്തിക്കാട്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ലണ്ടനിലെ 10 നമ്പർ ടൗൺ സ്ട്രീറ്റിൽ സംഘടിപ്പിച്ച ഈസ്റ്റർ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടനിലെ ക്രൈസ്തവ സമൂഹങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും രാജ്യത്തിന്റെ ഐക്യത്തിനായി അവർ നൽകുന്ന സംഭാവനകളെയും പ്രധാനമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. നമ്മെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും. ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നതിനോടൊപ്പം ഒരു രാജ്യമെന്ന നിലയിൽ നാം എത്രത്തോളം പരസ്പര സ്നേഹമുള്ളവരാണെന്ന് നിങ്ങൾ തെളിയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ മാർച്ച് 25 ലോക്സഭയിൽ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് 2026 ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും ലംഘനമാണെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി. ബില്ലിലെ പല വകുപ്പുകളും ആശങ്കാജനകമാണെന്നും കൂടുതൽ പഠനത്തിനായി ഇത് പാർലമെന്ററി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് KCBC പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചു. മാർച്ച് 31 ഓൺലൈനായി ചേർന്ന KCBC സമ്മേളനത്തിലാണ് പുതിയ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളത്തിലെ 32 കത്തോലിക്ക രൂപതകളുടെ മെത്രാൻമാർ പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ തന്റെ ശബ്ദം കൊണ്ട് വിസ്മയിപ്പിച്ച ഇറ്റാലിയൻ ഗായകൻ ആൻഡ്രിയ ബോച്ചെല്ലി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് സംഗീതമല്ല മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് വെളിപ്പെടുത്തുന്നു. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിനെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് ബോച്ചെല്ലി വിശ്വസിക്കുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.